ഇവിടെ ലൂണ അവളെ പഠിപ്പിച്ച കോളേജിൽ തന്നെ ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ കാലക്സിന്റെ ബ്രദറിനെ അവള് മീറ്റ് ചെയ്യുന്നു. ലൂണനെ കണ്ടിട്ട് അവൻ ഓടി വന്ന് ഹഗ് ചെയ്യുന്നു. ലൂണ അവനോട് ചോദിക്കുന്നു, ഇത്ര വർഷത്തിന് ശേഷവും നീ എങ്ങനെയാണ് എന്നെ ഓർത്തിരിക്കുന്നതെന്ന്. അതിനവൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്, അത് വെച്ചാണ് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചതെന്ന്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാലക്സ് അങ്ങോട്ട് വരുന്നു. ആ പ്രോജക്ടിന്റെ വർക്കിന് വേണ്ടിയിട്ട് പോകുവാണെന്ന് ലൂണ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നു. അതിന് ലൂണ പറയുന്നു, സെവി എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്, ഞാൻ അവന്റെ കൂടെ പൊക്കോളാമെന്ന്. സെവിക്ക് അവൾ കോൾ ചെയ്യുന്നു. സെവി പറയുന്നു സെവിക്ക് ഇപ്പൊ വന്ന് പിക്കപ്പ് ചെയ്യാൻ കഴിയത്തില്ല എന്ന്. പിന്നെ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് ലൂണ കാലക്സിന്റെ കൂടെ തന്നെ കാറിൽ പോകുന്നു. ലൂണ കാലക്സിനോട് ചോദിക്കുന്നു, നിന്റെ ബ്രദർ എങ്ങനെയാണ് എന്നെ ഐഡന്റിഫൈ ചെയ്തതെന്ന്. അതിന് കാലക്സ് പറയുന്നു, അവൻ നിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമെന്ന്. അതിൽ ലൂണ പറയുന്നു, നമ്മുടെ രണ്ടുപേരെ ഫോട്ടോ നിന്റെ അക്കൗണ്ടിൽ ഒന്നുപോലും ഇല്ലല്ലോ എന്ന്. അത് കേട്ടിട്ട് കാലക്സ് ചോദിക്കുന്നു, അപ്പൊ നീ എന്റെ അക്കൗണ്ട് റെഗുലർ ആയിട്ട് നോക്കുന്നുണ്ടോ എന്ന്. ഇത് കേട്ടിട്ട് ലൂണ മിണ്ടാതെ ഇരിക്കുന്നു. ഇപ്പൊ ആ പ്രോജക്റ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും റീച്ച് ആകുന്നു. അവിടെ ബൈനോക്കുലർ ഇരിക്കുന്ന കണ്ടിട്ട് അതെടുത്ത് അവള് മൂൺ കാണാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഓൾഡ് മെമ്മറീസ് ഒക്കെ വരുന്നു. നെക്സ്റ്റ് ഡേ ലൂണ അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു. അന്നേരം അവര് ചോദിക്കുന്നു, നീ കാലക്സിനെ വീണ്ടും ഇഷ്ടപ്പെടുവാണോ എന്ന്. അതിന് അവള് അവരോട് ഇല്ലെന്നും പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നു. ആ പ്ലേസിലേക്ക് കാലക്സും അവളുടെ ഫ്രണ്ട്സും വരുന്നു. ലൂണ ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്തത് കൊണ്ട് അവൾ അവിടെ ഹാങ് ഓവർ ആകാൻ തുടങ്ങുന്നു. അത് കണ്ടിട്ട് കാലക്സ് ഓടി വന്ന് അവളെ പിടിക്കുന്നു. അന്നേരം നീ ഒരു ചീറ്റർ ആണ്, എന്നെ നീ തുടരുതെന്നും പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ഒച്ചൊരയ്ക്കുന്നു.